സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഏത് സ്നേഹത്തിൽ ചേക്കേറണമെന്നറിയാതെ ഉറപ്പുകൾ തേടി കൂടുവിട്ട് കൂടുമാറുന്ന അസ്ഥിരതകളിൽ ഉറയ്ക്കാൻ ശ്രമിക്കുന്ന ദ്രാവക പ്രണയങ്ങളുടെ ലിക്വിഡ് ലവ് കാലഘട്ടമാണിത്. സിഗ്മണ്ട് ബൗമാൻ എന്ന ഗ്രന്ഥകാരൻ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഈ പേരിൽ. എന്നാൽ ക്രിസ്തീയ സ്നേഹം ഇങ്ങനെ ഒഴുക്കൻ മട്ടിലുള്ളതല്ല. അതിന് ഒരു സ്ഥായിയായ ഭാവമുണ്ട്. കാരണം നാം സ്നേഹമെന്തെന്ന് പഠിക്കുന്നത് പോലും, സ്നേഹിക്കാൻ പഠിക്കുന്നതും ദൈവസ്നേഹത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെ സ്നേഹമാകട്ടെ നിത്യവിശ്വസ്തവും ഖെസേദ്. നാം ദൈവത്തിൻ്റെ ഈ സ്നേഹത്തെ അഗാധമായി മറയില്ലാതെ അറിയുന്നു. നമ്മുടെ പരിമിതികളിലും നമ്മെ സ്നേഹിക്കുന്ന ദൈവമെന്ന നിലയിൽ മറയില്ലാതെ അറിയുന്നു. ഇൻറ്റിമേറ്റ് നോളജ് എന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ അതിലേറെ ആഴത്തിൽ മാംസമണിയിക്കുന്നത്. ലോകത്തെ സ്നേഹം കൊണ്ട് കീഴടക്കണമെന്ന് ആപ്തവാക്യമായി സ്വീകരിച്ച ഒരു വ്യവസായ പ്രമുഖൻ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ട് നമ്മെ പൊറുതിമുട്ടിക്കുന്ന സമകാലിക വൃത്താന്ത കാലഘട്ടത്തിലാണ് ഇത് നമ്മൾ ധ്യാനിക്കുന്നതെന്ന് ഓർക്കണം. എന്തിനേയും ഏതിനേയും സ്നേഹമെന്ന് വിളിക്കുന്ന അളിഞ്ഞ വികലമായ ഒരു ദ്രാവക സംസ്കാരമാണ് നമുക്ക്. എ ഫ്ലൂയിഡ് കൾച്ചർ. 1 യോഹന്നാൻ 4:7 മുതൽ ഇന്ന് ഈ സ്നേഹത്തിൻ്റെ പരമാർത്ഥത്തെ നമുക്ക് പഠിപ്പിച്ചു തരും. ജീവിത പരമപ്രാമാണ്യത്തെ. ദൈവം നമ്മെ ആദ്യമേ സ്നേഹിച്ചു എന്നതാണ് ഈ സത്യം. ദാവീദിന്റെ അവസാന പ്രാർത്ഥനയാണ് ഇന്ന് സങ്കീർത്തനം 72. നീതിയും ന്യായവും ഒക്കെ ദൈവാനുകരണത്തിന്റെ ഉറച്ച മാർഗങ്ങളാണ് എന്ന് മാത്രമല്ല, അതില്ലാതെ മറ്റൊരു സുഹൃതവും സാധ്യവുമല്ല. എന്നാൽ നമ്മുടെ വിളിയും കഴിവുകളും, കോളിംഗ് ആൻഡ് കപ്പാസിറ്റി, അവ തമ്മിൽ വലിയൊരു അന്തരം നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. ചെയ്യേണ്ട നന്മകൾ അറിഞ്ഞിട്ടും അത് ചെയ്യാനാകാതെ നിൽക്കുന്ന നമ്മുടെ മരവിപ്പുകൾ അല്ലെങ്കിൽ നിസ്സംഗതകൾ. ദൈവത്തെ പോലെ കാര്യങ്ങൾ നോക്കി നടത്താൻ മനുഷ്യന് സാധിക്കുന്നില്ല. ക്രിസ്തീയ ശുശ്രൂഷയുടെ ഒരു ഭവന വ്യവസ്ഥ, ഇക്കണോമി തന്നെയാണ് ഈ സങ്കീർത്തനം വെളിപ്പെടുത്തുന്ന ഭരണക്രമം. ഏഷ്യ 11:1-9 വരെ മിശിഹായെക്കുറിച്ച് പഠിപ്പിക്കപ്പെടുന്ന രാജശുശ്രൂഷയുടെ ഭാഗമാണിത്. കിങ്ലി മിനിസ്ട്രി, ഏകജാതന്റെ രാജഭാവം. ഇടയനും രാജാവുമായ ദൈവമാണവൻ. അതാണ് ഈ ശുശ്രൂഷയുടെ അർത്ഥതലം. അവൻ നിയോഗിച്ച ഇടയന്മാർ തങ്ങളുടെ ആട്ടിൻപറ്റത്തെ മാനിക്കാതെ വരുമ്പോൾ, പാലിക്കാതെ വരുമ്പോൾ അവൻ തന്നെ ഇടയനായി വരേണ്ടി വരുന്നു. എസെക്കിയേൽ 34:16. ദൈവത്തിൻ്റെ കരുണയും വിശ്വസ്തതയും തൻ്റെ ആട്ടിൻപറ്റത്തെ നഷ്ടഭൂമികകളിൽ നിന്നും മരണവേദികകളിൽ നിന്നും നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരികയാണ്. ഇന്ന് മർക്കോസ് 6:34 മുതൽ അപ്പമർദ്ദിപ്പിക്കുന്ന സംഭവത്തിൽ ഈ ഇടയഭാവം തീവ്ര മാതൃഭാവങ്ങളുടെ അകമ്പടിയോടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. വിശന്നു വരഞ്ഞ, ഏകാന്തമായി പോയ, വിജനതകളിലൂടെ നിന്ന് അകലങ്ങളിലേക്ക് കൂട്ടം തെറ്റിപ്പോയ തൻ്റെ ജനത്തെ കണ്ടപ്പോൾ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ അവന് തോന്നിയെന്നും അവൻ്റെ കുടലുമറിഞ്ഞുവെന്നും സ്പ്ലാങ്നിസസ്ഥായി. അങ്ങനെയാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ അവരെ പഠിപ്പിച്ചു, വചനവിരുന്നൊരുക്കി, ആത്മാവിൻ്റെ ഭോജനം പകർന്നു. ഇന്നലെ ശ്രീഹ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ക്രിസ്തുപാഠങ്ങൾ, ഈ സ്നേഹപാഠങ്ങൾ. മനുഷ്യൻ്റെ വിശപ്പുകൾ കഠിനമാണ്, വൈവിധ്യങ്ങളാണ്. എന്നാൽ വിശപ്പകറ്റാനുള്ള വഴികൾ പരിമിതങ്ങളും. അവിടെയാണ് നാഥൻ സ്നേഹത്തിൻ്റെ ഈ നിറവുകൾ ചാർത്തുന്നത്. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായിട്ടും പിന്നെയും നിറഞ്ഞു കവിയുന്ന സ്നേഹക്കൂടകൾ. 12 കുട്ടകൾ, 12 ഗോത്രങ്ങൾ, 12 അപ്പോസ്തലന്മാർ. തിരഞ്ഞെടുപ്പിൻ്റെ, ചരിത്രത്തിൻ്റെ, വീഴ്ചകളുടെ, വീണ്ടെടുപ്പിൻ്റെ, പുതുനിയോഗങ്ങളുടെ ദൈവിക നിയതിയെ കൊട്ടിയുണർത്തുന്ന സ്നേഹപാഠങ്ങൾ.